ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആലക്കോട് ഷോറൂമിൽ ഗ്ലോ ലൈറ്റ് കളക്ഷൻ ഫെസ്റ്റ് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ബോബി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അഴകിന്റെയും ലാളിത്യത്തിന്റെയും അപൂർവ സംഗമവുമായി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ ആലക്കോട് ഷോറൂമിൽ ഗ്ലോ ലൈറ്റ് കളക്ഷൻ ഫെസ്റ്റ് ആരംഭിച്ചു. മാർച്ച് 7 മുതൽ 17 വരെയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഏവരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള വ്യത്യസ്തമാർന്ന ഡിസൈനുകളാണ് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ വൻ ഇളവ് ഒരുക്കിയിരിക്കുന്നു. ഫെസ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ബോബി നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ മേഖലയിലെ സമൂഹത്തിലെ വിവിധ തരം മേഖലയിൽ നിന്നും അതിജീവനത്തിന്റെ ഇതിലൂടെ കടന്നു വന്ന് അവർക്ക് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കുറച്ച് വ്യക്തികൾ, മഹനീയ വ്യക്തികൾ ഇവിടെയുണ്ട്. അവരെയൊക്കെ ആദരിക്കുകയാണ് ഈ ചടങ്ങ് നമ്മുടെ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഇവിടെ സംഘടിപ്പിച്ചു. അതിന്റെ പേരിൽ ഇതിലുള്ള എല്ലാ മാനേജ്മെന്റ് ടീമിനെയും അതിയായി അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ സ്ത്രീകള് ശരിക്കും ഈ ചെമ്മണ്ണൂരിന്റെ തുടക്കം മുതലേ ഇവിടെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പല പ്രാവശ്യം സ്വർണം വാങ്ങിക്കാൻ അതിനെ കിട്ടക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ എൻ്റെ ഒരു കുടുംബത്തില് വന്ന ഒരു പ്രതീതിയാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, സ്ത്രീ എന്ന് പറയുന്നത് ഒരമ്മയാണ്, അതുപോലെ ഭാര്യയാണ്, സഹോദരിയാണ്. അതിലുപരിയായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സ്വയം നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക. റീജിയണൽ മാനേജർമാരായ ജോർജ്, അനീഷ് എന്നിവർ സംസാരിച്ചു. ലിജി സെബാസ്റ്റ്യൻ, റോസമ്മ, രഞ്ജു ബിജു, ശൈലജ, റിഗ ബാബു, വിജയമ്മ, ശാന്ത, സൈബുന്നീസ, SDO, SDM, മാർക്കറ്റിംഗ് മാനേജർമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മാർച്ച് 8 ലോക വനിതാ ദിനം ആഘോഷിക്കുകയാണ്. ചെമ്മണ്ണൂർ എന്നാണ് ഇവിടെ ആഘോഷിക്കുന്നത്? നമുക്കറിയാം അല്ലെ, ഒരുപാട് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ ഈ ഒരു ലോക വനിതാ ദിനം ആഘോഷിക്കുമ്പോഴും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുന്നേ സ്ത്രീകൾക്ക് മാറുമറക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മൾ വളർന്ന് ഒരുപാട് മുന്നേറി നമ്മുടെ വനിതകൾ, സ്ത്രീകൾ ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു പ്രവൃത്തിയാണ്. അതിനെ നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മുടെ സ്ത്രീ ജനങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈ വനിതാ ദിന ആശംസകൾ അറിയിക്കുന്നു.